യാ മോനെ എന്താ കഥ. വിവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദങ്ങൾക്കൊരു പഞ്ഞമില്ലാണ്ട് നമ്മുടെ എമ്പുരാനൊക്കെ വിവാദങ്ങളിൽ പെട്ടിട്ട് തകർത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ വിവാദങ്ങളിൽ പെട്ട് ഒലയുമ്പോഴും വിവാദത്തിൽ പെട്ടിട്ട് ഇങ്ങനെ തകർക്കുമ്പോഴും എമ്പുരാന്റെ കളക്ഷൻക്ക് യാതൊരുവിധ കുറവുമില്ല. 3 കോടി അടിക്കാൻ പോകുന്ന എമ്പുരാൻ എന്നാണ് പറയുന്നത്. എന്താ ചെയ്യല്? എമ്പുരാനെ പല രീതിയിൽ പല തരത്തിൽ എമ്പുരാനെതിരെ വിമർശനങ്ങൾ വന്നു. എമ്പുരാനെതിരെ പ്രശ്നങ്ങൾ വന്നു. പക്ഷെ എമ്പുരാൻ എന്ന സിനിമക്ക് യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ല. എമ്പുരാന്റെ കളക്ഷൻ ഇത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ പൃഥ്വിരാജിന്റെ ലാലേട്ടന്റെ സിനിമയായ എമ്പുരാൻ ഇത് തകർത്തോണ്ടിരിക്കണം മക്കളെ. ഫാമിലീസും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് ഇതുവരെയായിട്ട് കുറഞ്ഞിട്ടില്ല എന്ന് പറയണത്. എമ്പുരാൻ റിലീസ് ചെയ്ത് 6-7 ദിവസമായിട്ടും എമ്പുരാന്റെ പവർ തന്നെയാണ്. മലയാള സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തിയ എമ്പുരാന്റെ പവർ ചില്ലറൊന്നുമല്ല. ലാലേട്ടൻ ഫാൻസ് ആണെച്ചെങ്കിൽ അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ടീമാണെച്ചെങ്കിലും എന്താ പറയാ, കട്ടക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് സിനിമയുടെ ഓരോരോ ലെവലുകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എമ്പുരാന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ എമ്പുരാനെ വെട്ടി നുറുക്കി ചവറാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെക്ഷൻ വേറെ. എമ്പുരാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷെ എമ്പുരാന്റെ മാർക്കറ്റിങ് അതിനെ പിടിച്ച് താഴെ ഇറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എമ്പുരാന്റെ പവർ ഭയങ്കര തന്നെ. മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ 300 കോടി അടിക്കാൻ വേണ്ടി പോകുന്നത്. 100 കോടി അടിച്ചു. 200 കോടി എമ്പുരാൻ തന്നെ അടിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ട്. അടുത്തത് 300 കോടി. എമ്പുരാന്റെ കളക്ഷന്റെ റെക്കോർഡ് ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്നു എന്നൊക്കെ പറയില്ലേ, കരകവിഞ്ഞൊഴുകുന്ന പുഴ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ എമ്പുരാന്റെ ആ ഒരു പെർഫോമൻസ്, മാസ് പെർഫോമൻസ്. ലാലേട്ടന്റെ പെർഫോമൻസ് പറയണ്ട. ലാലേട്ടന്റെ ആകെ ചവറാക്കി എമ്പുരാനില്. പൃഥ്വിരാജ് മലയാള സിനിമയുടെ താരങ്ങളെല്ലാം അണിനിരന്ന ഒട്ടുമിക്ക താരങ്ങൾ അണിനിരന്ന എമ്പുരാന്റെ പവർ ഒരു പവർ തന്നെയാണ്. എമ്പുരാൻ ഇത് അടുത്ത ചരിത്രം കുറിക്കുന്നു. 300 കോടി. 1 കോടി 2 കോടി 3 കോടി അല്ല, 300 കോടിയാണ് മക്കളെ അടിക്കാൻ പോകുന്നത്. 300 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമില്ല. 1-2 കാര്യമില്ല. ഇപ്പൊ എമ്പുരാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവറാണ്. സിനിമയായി കണ്ടോളാനാണ് പലരും പറഞ്ഞത്. ഓരോരുത്തർക്ക് അഭിപ്രായങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പൊ എമ്പുരാന്റെ വിശേഷങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. അതിലേക്ക് നമ്മൾ കടക്കുന്നുമില്ല. എമ്പുരാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ തന്നെയാണ്. മലയാള ചരിത്രത്തിന്റെ ഇനി ഒരു ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇനി ഒരു ചരിത്രം ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം പൃഥ്വിരാജ് അടുത്ത 3-ാം ഭാഗം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 3-ാം ഭാഗത്തിൽ ഇതിലും അടിപൊളിയായിട്ട് ഇതിലും വലിയ കളക്ഷൻ നേടാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. ഇങ്ങനെ ഈ പോക്ക് പോയി കഴിഞ്ഞാലും മക്കളെ എമ്പുരാനെ പിടിച്ചാൽ കിട്ടില്ല. എമ്പുരാന്റെ പവർ ഒരു പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 300 കോടി അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയല്ല മക്കളെ. ഇത് ചില്ലറ കളിയല്ല. എമ്പുരാന്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രെയിൻ ഉപയോഗിച്ചുള്ള കളിയാണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാസ് എന്ന് പറഞ്ഞ പോലത്തെ കളിയാണ്. അപ്പോ ഈ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയല്ല. അപ്പൊ എമ്പുരാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടാണ്ട് തിക്കും തിരക്കുമായി എന്നൊക്കെ പറയണ പോലെ എമ്പുരാന് എഡിറ്റിങ്ങിനും കട്ടിങ്ങിനൊക്കെ പോയി വന്ന് കഴിയുന്നതിന് മുന്നേ തന്നെ ആ ഫുൾ വേഷം കാണാൻ വേണ്ടിയുള്ള ജനങ്ങൾ തിക്കും തിരക്ക് കൊണ്ട് എമ്പുരാന്റെ പവർ ഒന്നുകൂടെ കൂടിയെന്ന് തന്നെ പറയേണ്ടി വരും. എമ്പുരാൻ തകർത്തോണ്ടിരിക്കുകയാണ്. മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റി എമ്പുരാൻ എന്ന് പറയുന്നത്. ഈ നിലക്ക് പോയി കഴിഞ്ഞാൽ എമ്പുരാന് 500 കോടി അടിക്കും. 500 കോടി ഈ നിലക്ക് എമ്പുരാൻ പോവുകയാണ് വെച്ചെങ്കിൽ മലയാള സിനിമക്ക് അങ്ങനെ ഒരു നാഴികക്കല്ല്, അങ്ങനെ ഒരു മഹാചരിത്രം തന്നെ സൃഷ്ടിക്കാൻ കഴിയും എമ്പുരാനിൽ കൂടെ. ലാലേട്ടനുക്കും അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിനും. ഈ നിലക്ക് പോയി കഴിഞ്ഞാൽ പിടിച്ചാ കിട്ടില്ല. ജഗ അപ്പൊ എമ്പുരാൻ വന്നേടാ തമ്പുരാൻ വന്നേടാ, കൈകൂപ്പി നിൽക്കടാ തമ്പുരാനെ, കാലത്തിനൊത്തൊരു മാറ്റം കുറിച്ചിതാ ലാലേട്ടൻ വന്നേടാ പൊന്നുമോനെ. എമ്പുരാൻ വന്നേടാ തമ്പുരാൻ വന്നേടാ, കൈകൂപ്പി നിൽക്കടാ തമ്പുരാനെ, കാലത്തിനൊത്തൊരു മാറ്റം കുറിച്ചിതാ ലാലേട്ടൻ വന്നേടാ പൊന്നുമോനെ.